ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ പാരാസൈറ്റോളജി എന്ന് പറഞ്ഞ പുതിയ സെക്ഷനാണ് പഠിച്ചത്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാം. കീർത്തന, എന്താ പാരാസൈറ്റോളജി ഡെഫിനിഷൻ പറ. ഓക്കെ, ഗുഡ്. ഷബീബ, പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഓക്കെ, ഗുഡ്. ഷംന, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാരസൈറ്റ്, അതിന്റെ മോർഫോളജിക്കൽ പറ. Okay, good. Rabsana, what are the physiological characteristics? എന്താ അതിന്ന് മനസ്സിലായത് പറ. ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായ? അങ്ങനെയാണോ? ഓക്സിജൻ ഇല്ലാത്ത ഏരിയയിലും ഇതിന് സർവൈവ് ചെയ്യാൻ വേണ്ടി, അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതിന്റെ റെസ്പിറേറ്ററി എഫിഷ്യൻസി കൂട്ടും. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറ. സെക്കൻഡ് പോയിന്റ് പറ. അതായത് ഇതിന് ഇമ്മ്യൂൺ ഇവേഷൻ ഉള്ള കഴിവുണ്ട്. മീൻസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള കഴിവുണ്ട്. അതായത് ഹോസ്റ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന് ഇവേഡ് ചെയ്യാൻ, മീൻസ് രക്ഷപ്പെടാനുള്ള ഒരു കഴിവ് ഉണ്ട്. ഓക്കെ, തൊയ്ബത്ത്, മ്യൂട്ട് ചെയ്ത്. തൊയ്ബത്ത്, ഓക്കെ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പാരസൈറ്റിക് ഇൻഫെക്ഷൻ പറ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഓക്കെ, 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 ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇതിൽ റീപ്രൊഡക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, പ്രൊഡക്ഷൻ ഓഫ് റെസിസ്റ്റന്റ് ഫോംസ് ടു റെസിസ്റ്റ് ദ ഹോസ്റ്റ് ഡിഫൻസ് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസ്. അതായത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെസിസ്റ്റന്റ് ആയിട്ടുള്ള, മീൻസ് പ്രതിരോധിക്കാൻ കഴിവുള്ള രീതിയിലുള്ള ഒരു രൂപത്തെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ രൂപം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ജനറേഷനെ, അടുത്ത തലമുറയെ ഹോസ്റ്റിന്റെ പ്രവർത്തനത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിനെതിരെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആയോ? ഇന്നലെ പറഞ്ഞായിരുന്നു. ക്ലിയർ ആയോ? ഓക്കെ, then second point, hermaphrodite condition to ensure egg fertilization. Hermaphrodite condition എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് പ്രസന്റ് ആണെങ്കിൽ,
അതിനാണ് ഹെർമോഫ്രോഡൈറ്റ് എന്ന് പറയുന്നത്. ഹെർമോഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് പ്രസന്റ് ആണെങ്കിൽ, അതായത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ടുള്ള എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഹെർമോഫ്രോഡൈറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹെർമോഫ്രോഡൈറ്റ് കണ്ടീഷൻ ടു എൻഷുർ എഗ് ഫെർട്ടിലൈസേഷൻ, അതായത് ഹെർമോഫ്രോഡൈറ്റ് ആയിട്ടുള്ള ഈ കണ്ടീഷൻ, അതായത് സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് തന്നെ അത് എഗിന്റെ ഫെർട്ടിലൈസേഷന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, എഗിന്റെ ഫെർട്ടിലൈസേഷന് സഹായിക്കുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ഹെർമോഫ്രോഡൈറ്റ് കണ്ടീഷൻ ടു എൻഷുർ എഗ് ഫെർട്ടിലൈസേഷൻ. അതായത് സെക്ഷൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് എഗിന്റെ ഫെർട്ടിലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഫെർട്ടിലൈസേഷൻ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഫെർട്ടിലൈസേഷൻ പ്രോസസ് ഒക്കെ എന്താണെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ക്ലിയർ ആയോ? Is it clear? Okay. Then third point, asexual reproduction involving multiple offsprings within a short time. അതായത് എന്ത് പ്രസ്ഥാന? ഫർസാന എന്തേലും പറഞ്ഞോ? ഫർസാന? ഓക്കെ, ഫർസാനക്ക് റേഞ്ച് പ്രോബ്ലം ഉണ്ട്. ഫർസാനയ്ക്ക് മാത്രമാണ് പ്രോബ്ലം. സോ യൂട്യൂബ് കാണുക. റേഞ്ച് പ്രോബ്ലം ഉണ്ട്, ഫർസാന പറയുമ്പോഴും കട്ടായിട്ടാണ് കേൾക്കുന്നത്. സോ യൂട്യൂബ് കാണുക. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ലാസ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ ഓഫ്സ്പ്രിങ്സ് വിത്തിൻ എ ഷോർട്ട് ടൈം. അതായത് ഒന്നാമത്തെ പോയിന്റിൽ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്, അതായത് എഗിന്റെ ഫെർട്ടിലൈസേഷൻ. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. ഫർസാനെ മ്യൂട്ട് ചെയ്തോ? ഫർസാനെ മ്യൂട്ട് ചെയ്തോ? ഓക്കെ, തേർഡ് പോയിന്റിൽ പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ ഓഫ്സ്പ്രിങ്സ് വിത്തിൻ എ ഷോർട്ട് ടൈം. അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷനും ഈ പാരസൈറ്റ്സിൽ ഇൻവോൾവ് ആണ്, മീൻസ് അതിൽ പ്രസന്റ് ആണ്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ്സ്പ്രിങ്സ് വിത്തിൻ എ ഷോർട്ട് ടൈം, മീൻസ് ചെറിയൊരു ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ ഓഫ്സ്പ്രിങ്ങിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, പുതിയ ജനറേഷൻ ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയും പുതിയ ജനറേഷൻ ഉണ്ടാകുന്നുണ്ട്. ചെറിയ ടൈമിൽ തന്നെ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സ് പ്രസന്റ് ആണ്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവിംഗ്, അതായത് ഇതിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, പാരസൈറ്റ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. ദെൻ ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ ഓഫ്സ്പ്രിങ്സ് വിത്തിൻ എ ഷോർട്ട് ടൈം, അതായത് ഇവിടെ എന്താണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സ് ആണ്. ഓക്കെ, മീൻസ് ഡിവൈഡിങ് ആയിട്ടുള്ള ഒരുപാട് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്നുണ്ട് ഒരു ഷോർട്ട് ടൈമിൽ തന്നെ. മീൻസ് ചെറിയൊരു ടൈമിൽ തന്നെ ഒരുപാട് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്നുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബൈനറി ഫിഷൻ അതുപോലുള്ള പ്രോസസ് ആണ്. ഓക്കെ, അതുവഴി മീൻസ് ഡിവൈഡിങ് ആണ്. ഡിവൈഡിങ് നടക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്നുണ്ട്. മീൻസ് ഒരു ചെറിയ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൂടിയ അളവിലുള്ള ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്നുണ്ട്. ഓഫ്സ്പ്രിങ് എന്ന് പറഞ്ഞാൽ പുതിയ ജനറേഷൻ ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, അത്രയാണ് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പോയിന്റ്, പ്രൊഡക്ഷൻ ഓഫ് റെസിസ്റ്റന്റ് ഫോംസ് ടു റെസിസ്റ്റ് ദ ഹോസ്റ്റ് ഡിഫൻസ് ഇൻ ഫ്യൂച്ചർ ജനറേഷൻസ്. അതായത് ഇതിന്റെ ഒരു റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മീൻസ് പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രൂപത്തെ ഉണ്ടാക്കുന്നുണ്ട്. ഇതെന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ജനറേഷനെ ഹോസ്റ്റിന്റെ ഡിഫൻസിൽ നിന്ന്, മീൻസ് ഹോസ്റ്റിന്റെ പ്രതികരണത്തിൽ നിന്നും റെസിസ്റ്റ് ചെയ്യാൻ, അതിനെതിരെ തടയാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് സഹായിക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഹെർമാഫ്രോഡിറ്റ് കണ്ടീഷൻ ടു എൻഷുർ എഗ് ഫെർട്ടിലൈസേഷൻ, അതായത് സെക്ഷൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ് ഇത് എഗിന്റെ ഫെർട്ടിലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ തേർഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ ഓഫ്സ്പ്രിങ്സ് വിത്തിൻ എ ഷോർട്ട് ടൈം, അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, അതായത് എന്താ പറയുക ഒരു ചെറിയ ടൈമിൽ തന്നെ ധാരാളം ഓഫ്സ്പ്രിങ്സ് ഉണ്ടാകുന്നുണ്ട്, പുതിയ ജനറേഷൻ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട് ചെറിയ ടൈമിൽ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി. ക്ലിയർ ആയോ? ലാസ്റ്റ് പോയിന്റ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവിംഗ് മൾട്ടിപ്പിൾ ഓഫ്സ്പ്രിങ്സ് വിത്തിൻ എ ഷോർട്ട് ടൈം, അതായത് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതുകൂടാതെ തന്നെ അസെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷനും ഉണ്ട്. ആ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ചെറിയ ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ്
പാരാസൈറ്റോളജിയുടെ എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, പാരസൈറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അടുത്ത ഹെഡിങ് കൊടുക്കാം. അടുത്ത ഹെഡിങ് ക്ലാസിഫിക്കേഷൻ ഓഫ് പാരസൈറ്റ്സ്. അടുത്ത ഹെഡിങ് എടുക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് പാരസൈറ്റ്സ്. പാരസൈറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് പാരസൈറ്റ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു പ്രോട്ടോസോവ ആൻഡ് ഹെൽമിന്തസ്. ഓക്കെ, പാരസൈറ്റ്സിനെ പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നത് പ്രോട്ടോസോവ ആൻഡ് ഹെൽമിന്തസ് എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പായിട്ടാണ്. ഓക്കെ, നിങ്ങളുടെ പറയാം ക്ലാസിഫിക്കേഷൻ ഓഫ് പാരസൈറ്റ് ആണ് മെയിൻ ഹെഡിങ്. ഇൻ ദാറ്റ് പാരസൈറ്റ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു പ്രോട്ടോസോവ ആൻഡ് ഹെൽമിന്തസ്. അതായത് പാരസൈറ്റ്സിനെ പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നത് പ്രോട്ടോസോവ ആൻഡ് ഹെൽമിന്തസ് എന്ന് പറഞ്ഞാണ്. അങ്ങനെ രണ്ട് ടൈപ്പ് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഹെഡിങ് മെയിൻ ഹെഡിങ് എടുക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് പാരസൈറ്റ്സ്. അതായത് പാരസൈറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് പാരസൈറ്റ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു പ്രോട്ടോസോവ ആൻഡ് ഹെൽമിന്തസ്. അതായത് പാരസൈറ്റിനെ പ്രധാനമായിട്ടും തരം തിരിച്ചിരിക്കുന്നത് പ്രോട്ടോസോവ ആൻഡ് ഹെൽമിന്തസ്. അങ്ങനെ രണ്ട് ടൈപ്പ് ആയിട്ടാണ്, പ്രോട്ടോസോവ അതുപോലെ തന്നെ ഹെൽമിന്തസും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഒന്നാമത്തെ ടൈപ്പായ പ്രോട്ടോസോവനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്നൊന്ന് നമ്പർ കൊടുക്കുക. പ്രോട്ടോസോവ. ഓക്കെ, പോയിന്റ് വൈസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രോട്ടോസോവ ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് യൂണിസെല്ലുലാർ ഓർഗാനിസം. യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ഓക്കെ, പ്രോട്ടോസോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. മീൻസ് ഏകകോശ ജീവിയാണ്, അല്ലെങ്കിൽ സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. ഓക്കെ, യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, അതായത് ഏകകോശ ജീവി അല്ലെങ്കിൽ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ക്ലിയർ ആയോ? ഓക്കെ, then second point, a single cell performs all the functions. A single cell performs all the functions. അതായത് ഒറ്റ ഒരു കോശം തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്, എല്ലാ പ്രവർത്തനങ്ങളും പെർഫോം ചെയ്യുന്നത്. ഒറ്റ ഒരു കോശമാണ് എല്ലാ പ്രവർത്തനങ്ങളെയും കൈകാര്യം ചെയ്യുന്നത്. A single cell performs all the functions. അതായത് ഒറ്റ ഒരു കോശം തന്നെ, അതായത് ഓൾറെഡി പറഞ്ഞു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, അതുകൊണ്ട് തന്നെ ഏകകോശ ജീവിയാണ്. ഈ ഒറ്റ ഒരു കോശം തന്നെ എന്താണ് എല്ലാ പ്രവർത്തനങ്ങളെയും പെർഫോം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, then third point, they vary in size and shape. Some are visible while others require high magnification by microscope. അതായത് ഇതിന്റെ സൈസ്, they vary in size and shape. അതായത് ഇതിന്റെ സൈസും ഷേപ്പും വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടുന്നത്, എല്ലാത്തിനെയും വ്യത്യസ്തപ്പെട്ടാണ് കാണപ്പെടുന്നത്. വേരി ഇൻ സൈസ് ആണ്, മീൻസ് വേരി ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. അതായത് സൈസും ഷേപ്പ് ഒക്കെ വ്യത്യാസപ്പെട്ടിട്ടാണ് ഓരോന്നിലും ഉള്ളത്. then some are visible, ചിലത് എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്, വിസിബിൾ ആണ്. while others require high magnification, പക്ഷെ ചിലത് എന്താണ് നമുക്ക് കാണാൻ കഴിയില്ലാത്തതുകൊണ്ട് തന്നെ അതിന് മാഗ്നിഫിക്കേഷൻ ആവശ്യമാണ്. മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികസിപ്പിച്ച് കാണുക, അതായത് ബൈ മൈക്രോസ്കോപ്പ്. അതായത് മൈക്രോസ്കോപ്പിന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ നടത്തിയിട്ട് മാത്രമേ ചില പാരസൈറ്റ്സിനെ മീൻസ് പ്രോട്ടോസോവയിലെ കാണാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടി പറയാം, they are vary in size and shape. അതായത് പ്രോട്ടോസോവയുടെ സൈസും ഷേപ്പും വ്യത്യസ്തപ്പെട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ some are visible, പ്രോട്ടോസോവയിൽ തന്നെ ചിലത് എന്താണ് വിസിബിൾ ആണ്, ചിലത് നമുക്ക് കാണാൻ പറ്റും. while others require high magnification by microscope. അതായത് ചിലതിന് നമ്മൾ വികസിപ്പിച്ച് വേണം കാണാൻ, അതായത് മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ച് വേണം കാണാൻ. അതായത് മൈക്രോസ്കോപ്പിന്റെ പ്രസൻസിൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാഗ്നിഫിക്കേഷൻ നടത്തിയിട്ടാണ് എന്താ പറയാ ചില പാരസൈറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ചിലത് നമുക്ക് വിസിബിൾ ആണ്, ചിലത് മൈക്രോസ്കോപ്പ് വഴി മാത്രമേ കാണാൻ കഴിയുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, then next point, both sexual and asexual reproduction occur in protozoa. Both sexual and asexual reproduction occur in protozoa. അതായത് പ്രോട്ടോസോവയിൽ സെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അസെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷനും ഉണ്ട്. Is it clear? Okay. Next point, they move by flagella, cilia, pseudopodia
and they can direct cell movements. ഇവിടെ പറയാം, they move by flagella. flagella ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. flagella, cilia, pseudopodia and they can direct cell movements. അതായത് ഇതെല്ലാം ലോക്കോമെട്രി മീൻസ് ഫ്ലജല്ല, സീലിയ ആൻഡ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത് ലോക്കോമെട്രി ആയിട്ട് ഉള്ളൊരു ഓർഗൻസ് ആണ്, ലോക്കോമെട്രി ആയിട്ടുള്ള ഓർഗൻസ് ആണ്. ഓക്കെ, ആൻഡ് ദേ ക്യാൻ ഡയറക്ട് സെൽ മൂവ്മെന്റ്സ്. ഈ ഓർഗൻസ് ആണ് കോശത്തിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ കോശത്തിന്റെ ചലനത്തിന് സഹായിക്കുന്നത്. ദേ മൂവ് ബൈ ഫ്ലജല്ല, സീലിയ, സ്യൂഡോപോഡിയ ആൻഡ് ദേ ക്യാൻ ഡയറക്ട് സെൽ മൂവ്മെന്റ്സ്. അതായത് ഫ്ലജല്ല, സീലിയ, സ്യൂഡോപോഡിയ എന്നൊക്കെ പറഞ്ഞ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ സഹായിക്കും. അതാണ് മൂവ്മെന്റിനെ നിയന്ത്രിക്കുന്നത്. ദേ ക്യാൻ ഡയറക്ട് സെൽ മൂവ്മെന്റ്സ്. ഒന്നുകൂടി പറയാം, ലാസ്റ്റ് പോയിന്റ്, ദേ മൂവ് ബൈ ഫ്ലജല്ല. ഫ്ലജല്ലയും സീലിയ ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്കെ, ദേ മൂവ് ബൈ ഫ്ലജല്ല, സീലിയ ആൻഡ് സ്യൂഡോപോഡിയ. ഇതെല്ലാം ലോക്കോമോഷന് സഹായിക്കുന്ന മൂവ്മെന്റിന് സഹായിക്കുന്നതാണ്, മീൻസ് ചലനത്തിന് സഹായിക്കുന്നതാണ്. ഓക്കെ, സ്യൂഡോപോഡിയ ആൻഡ് ദേ ക്യാൻ ഡയറക്ട് സെൽ മൂവ്മെന്റ്സ്. ഇതാണ് കോശത്തിന്റെ മൂവ്മെന്റിന് അല്ലെങ്കിൽ കോശത്തിന്റെ ചലനത്തിന് സഹായിക്കുന്നത്. ഫ്ലജല്ലയും സീലിയും സ്യൂഡോപോഡിയും ഇതാണ് കോശത്തിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, ഒന്നും കൂടി പറയാം. പ്രോട്ടോസോവ ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് യൂണിസെല്ലുലാർ ഓർഗാനിസം. അതായത് പ്രോട്ടോസോവ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടൈപ്പ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പാരസൈറ്റിലെ ഒന്നാമത്തെ ടൈപ്പാണ് പ്രോട്ടോസോവ. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് യൂണിസെല്ലുലാർ ഓർഗാനിസം, അതായത് ഏകകോശ ജീവിയാണ്. രണ്ടാമത്തത് എ സിംഗിൾ സെൽ പെർഫോംസ് ഓൾ ദ ഫങ്ഷൻസ്, ഒറ്റ ഒരു കോശം തന്നെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു. ദെൻ തേർഡ് പോയിന്റ്, ദേ വേരി ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. പ്രോട്ടോസോവയിൽ വരുന്നത്, പ്രോട്ടോസോവ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള സൈസിലും ഷേപ്പിലും ഉണ്ട്. ദെൻ സം ആർ വിസിബിൾ, ചിലത് എന്താണ് നമുക്ക് കാണാൻ സാധിക്കും. വൈൽ അതേഴ്സ് റിക്വയർ ഹൈ മാഗ്നിഫിക്കേഷൻ, ചിലതിന് എന്താണ് മാഗ്നിഫിക്കേഷൻ ആവശ്യമാണ്, മീൻസ് വികസിപ്പിച്ച് വേണം കാണാൻ, അതായത് മൈക്രോസ്കോപ്പിന് ഉപയോഗിച്ചിട്ട്. ദെൻ തേർഡ് പോയിന്റിൽ ബോത്ത് സെക്ഷൽ ആൻഡ് ഫോർത്ത് പോയിന്റ്, ബോത്ത് സെക്ഷൽ ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഒക്കർ ഇൻ പ്രോട്ടോസോവ. അതായത് പ്രോട്ടോസോവയിൽ സെക്ഷൽ ആയിട്ടുള്ളതും അസെക്ഷൽ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം ഉണ്ട്. ദെൻ ലാസ്റ്റ് പോയിന്റ്, ദേ മൂവ് ബൈ ഫ്ലജല്ല, സീലിയ, സ്യൂഡോപോഡിയ ആൻഡ് ദേ ക്യാൻ ഡയറക്ട് സെൽ മൂവ്മെന്റ്സ്. അതായത് കോശത്തിൽ കാണപ്പെടുന്ന ഫ്ലജല്ലയും സീലിയയും അതുപോലെ തന്നെ സ്യൂഡോപോഡിയ എന്ന് പറഞ്ഞ ഭാഗങ്ങളാണ് സെൽ മൂവ്മെന്റിന്, കോശത്തിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്നത്, കോശത്തിന്റെ ചലനത്തിന് സഹായിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക, പ്രോട്ടോസോവന്റെ ക്ലാസിഫിക്കേഷൻ. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടോസോവ എന്ന് സബ് ഹെഡിങ് കൊടുക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടോസോവ, അതായത് പ്രോട്ടോസോവന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതിൽ ഒന്നാമത്തത് അമീബ. രണ്ടാമത്തത് ഫ്ലാജെല്ലേറ്റ്സ്. മൂന്നാമത്തത് സ്പോറോസോവ. നാലാമത്തത് സീലിയേറ്റ്സ്. അതായത് പ്രോട്ടോസോവനെ പിന്നെ തരംതിരിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടോസോവ. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ അമീബ, സെക്കൻഡ് വൺ ഫ്ലാജെല്ലേറ്റ്സ്, തേർഡ് വൺ സ്പോറോസോവ, ഫോർത്ത് വൺ സീലിയേറ്റ്സ്. ക്ലിയർ ആയോ? ക്ലിയർ? സീലിയേറ്റ്സ് ക്ലിയർ ആയോ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഷബീബ് പറ, പ്രോട്ടോസോവ. Okay. Okay, good. Then classification. Okay, classification.
ഓക്കെ ഗുഡ്. ഓക്കെ, നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഷെബി ഇപ്പം മ്യൂട്ട് ചെയ്തോ. അടുത്ത സെക്ഷൻ, അതായത് രണ്ടാമത്തെ ടൈപ്പ് ഹെൽമിന്തസ്. രണ്ടാമത്തത് ഹെൽമിന്തസ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് പാരസൈറ്റ്സിലെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, പ്രോട്ടോസോവയും ഹെൽമിന്തസും. ഓക്കെ, അതിൽ പ്രോട്ടോസോവ കഴിഞ്ഞു, ഇനി സെക്കൻഡ് വൺ ഹെൽമിന്തസ്. ഹെൽമിന്തസ് എന്താന്ന് നോക്കാം. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അതായത് ബഹുകോശ ജീവിയാണ്. മീൻസ് ഒരുപാട് കോശങ്ങൾ ഉള്ളതാണ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്, മീൻസ് ബഹുകോശ ജീവിയാണ്. പ്രോട്ടോസോവ ഏകകോശ ജീവിയാണ്. ഹെൽമിന്തസ് ബഹുകോശ ജീവിയാണ്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ഈച്ച് സ്പെഷ്യൽ സെൽ പെർഫോംസ് എ പർട്ടിക്കുലർ ഫംഗ്ഷൻ. അതായത് ഒരുപാട് കോശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഓരോ സെല്ലിനും പ്രത്യേകമായിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള കോശത്തിനും ഓരോ പ്രത്യേക രീതിയിലുള്ള ഫങ്ഷൻസ് ആണ് ഉള്ളത്. പർട്ടിക്കുലർ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഓരോ കോശത്തിനും ഉള്ളത്. ഓക്കെ, ഒരുപാട് കോശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ കോശത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഉള്ളത്. ദെൻ തേർഡ് പോയിന്റ്, കോംപ്ലക്സ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. വളരെ സങ്കീർണമായിട്ടുള്ള രീതിയിലുള്ള ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് ഉള്ളത്. Then next point, means of locomotion is reduced or absent. അതായത് ലോക്കോമേഷൻ കുറവാണ്, മീൻസ് മൂവ്മെന്റ് കുറവാണ്, അല്ലെങ്കിൽ ചിലതിൽ എന്താണ് ആബ്സെന്റ് ആയിരിക്കും. ഒന്നെങ്കിൽ കുറവായിരിക്കും അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും. മീൻസ് ഓഫ് ലോക്കോമേഷൻ ഈസ് റെഡ്യൂസ്ഡ് ഓർ ആബ്സെന്റ്. ഒന്നുകൂടി പറയാം. ഹെൽമിന്തസ്, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം, മീൻസ് ബഹുകോശ ജീവിയാണ്. ദെൻ സെക്കൻഡ് പോയിന്റ്, ഈച്ച് സ്പെഷ്യൽ സെൽ പെർഫോംസ് എ പർട്ടിക്കുലർ ഫംഗ്ഷൻ. ഓരോ കോശത്തിനും പ്രത്യേകമായിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഉള്ളത്, പ്രത്യേകമായിട്ടുള്ള ധർമ്മങ്ങളാണ് ഉള്ളത്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, കോംപ്ലക്സ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതായത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രത്യുൽപാദന വ്യവസ്ഥയാണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, മീൻസ് ഓഫ് ലോക്കോമേഷൻ ഈസ് റെഡ്യൂസ്ഡ് ഓർ ആബ്സെന്റ്. അതായത് ലോക്കോമേഷൻ ഒന്നെങ്കിൽ കുറവായിരിക്കും, മീൻസ് മൂവ്മെന്റ് ഒന്നെങ്കിൽ കുറവായിരിക്കും അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും. മീൻസ് അത് അവിടെ ഉണ്ടാകില്ല, ലോക്കോമേഷൻ ഉണ്ടാകില്ല. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെൽമിന്തസ്. സബ് ഹെഡിങ് കൊടുക്കാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെൽമിന്തസ്. Classification of Helminthus. Okay, classification of 1 minute. Classification of Helminthus ആണ്. In that first one, cestodes. ഒന്നാമത്തത് cestodes. Okay, അതായത് ഹെൽമിന്തസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അതിലെ ഒന്നാമത്തത് cestode. Okay, first one cestodes, second one trematodes, second one trematodes, third one nematodes, third one nematodes. ഒന്നുകൂടി പറയാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെൽമിന്തസ് ആണ് സബ് ഹെഡിങ്. അതായത് ഹെൽമിന്തസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ cestodes. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന വേർഡ്സ് ആണ്, സോ പ്രൊണൗൺസിയേഷൻ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നില്ല. സോ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് എഴുതുക. ഓക്കെ, ഒന്നാമത്തത് cestodes, രണ്ടാമത്തത് trematodes, മൂന്നാമത്തത് nematodes. Is it clear? ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയാണ് ഹെൽമിന്തസ്. ഓക്കെ, അതായത് നിങ്ങളുടെ പാരാസൈറ്റോളജി സെക്ഷൻ കഴിഞ്ഞു, കവർ ആയിട്ടുണ്ട്. ഓക്കെ, ഫ്രൈഡേ നിങ്ങൾക്ക് ഏതിന്റെ എക്സാം ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്? ഫ്രൈഡേ ഓക്കെ, ഫ്രൈഡേ ഫംഗസ് ഉണ്ട്. ദെൻ പാരാസൈറ്റോളജി എന്നാ വേണ്ടേ? ഇനി അടുത്ത സെക്ഷനിലോട്ടാണ് പോകുന്നത്. പാരാസൈറ്റോളജി കഴിഞ്ഞു, എന്നാ വേണ്ടേ പാരാസൈറ്റോളജി? പ്ലീസ് ഗീവ് റെസ്പോൺസ്. നെക്സ്റ്റ് ഫ്രൈഡേയോ? പാരാസൈറ്റോളജി കുറച്ചല്ലേ ഉള്ളൂ, നെക്സ്റ്റ് ഫ്രൈഡേ ആക്കണോ? ഓക്കെ, നെക്സ്റ്റ് വെനസ്ഡേ. എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് വെനസ്ഡേ അതേഴ്സ്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വെനസ്ഡേ പാരാസൈറ്റോളജി. ഓക്കെ, ഓൺ ദിസ് മൺഡേ, സോറി, ഓൺ ദിസ് ഫ്രൈഡേ ഫംഗസ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ,
ഫർസാന ഹെൽമിന്തസ് പറ. ഫർസാന ഞാൻ കേൾക്കുന്നുണ്ട്. ഹെൽമിന്തസ് പറ. ഓക്കെ 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 ഏതൊക്കെയാ കിട്ടിയോ? ഏതൊക്കെയാണ്? സസ്റ്റേർഡ്. ദെൻ ക്രമറ്റോഡ്സ്. ഓക്കെ ഓക്കെ മ്യൂട്ട് ചെയ്തോ. ഗുഡ്. ഇത്രയാണ് നിങ്ങളുടെ പാരാസൈറ്റോളജി. ഓക്കെ, അതായത് നമ്മൾ പാരാസൈറ്റോളജിയിൽ പഠിച്ചത് പാരാസൈറ്റോളജി ഡെഫിനിഷൻ, ദെൻ പാരസൈറ്റ് എന്താണെന്ന് നോക്കി, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു, ദെൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ പഠിച്ചു, ദെൻ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇത്രയാണ് നിങ്ങളുടെ പാരാസൈറ്റോളജി. അപ്പം നെക്സ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എനി ഡൗട്ട്? എനി ഡൗട്ട്? ഓക്കെ 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 താങ്ക് യു.